രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഭൂകമ്പം എന്ന് തന്നെ പറയാം. പിണറായി വിജയന്റെയും ഇടതു മുന്നണിയുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് ജോസ് കെ മാണി പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കനത്ത പ്രതിഷേധ പരിപാടികളിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിന്നത് വെറുമൊരു അസാന്നിധ്യമല്ല, മറിച്ച് ഇടതുപക്ഷത്തിനുള്ള കനത്ത പ്രഹരമാണ്. LDF മാസങ്ങളോളം പ്രചരണം നടത്തി സംഘടിപ്പിച്ച ഈ സമരപ്പന്തലിൽ ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണിയുടെ കസേര ശൂന്യമായി കിടന്നത് ഇതിന്റെയൊക്കെ സൂചനയായിട്ടാണ് പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയം കേരള കോൺഗ്രസ് എമ്മിനെ നടുക്കിയിരിക്കുകയാണ്. കാലങ്ങളായി പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിരുന്ന മുനിസിപ്പാലിറ്റി പോലും തങ്ങളുടെ കയ്യിൽ നിന്നും പോയി. പാലായിൽ അടിതെറ്റിയതോടെ CPM-ഉമായുള്ള ബന്ധം തങ്ങളുടെ അടിവേര് ഇളക്കുന്നു എന്ന് ജോസ് കെ മാണി ഇപ്പോൾ തിരിച്ചറിഞ്ഞും കഴിഞ്ഞു. UDF-ലായിരുന്നപ്പോൾ അനുഭവിച്ച ആ പ്രതാപം LDF-ൽ എത്തിയപ്പോൾ നഷ്ടപ്പെട്ടെന്ന വികാരം അണികൾക്കിടയിലും ശക്തമാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സമരവേദിയിൽ നിന്നും അദ്ദേഹം മുങ്ങുന്നതും. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം മറ്റൊന്നാണ്. സമരപ്പന്തലിൽ ജോസ് കെ മാണിയെ കാണാതായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെയാണ് എന്ന ചോദ്യത്തിന് മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് പോലും കൃത്യമായ മറുപടിയും ലഭിച്ചിട്ടില്ല. ദുബായിലോ ഡൽഹിയിലോ ആണെന്ന അവ്യക്തമായ മറുപടികൾക്ക് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ നാടകമുണ്ട് എന്നും ഉറപ്പാണ്. ജോസ് കെ മാണിയെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല, അദ്ദേഹം എവിടെയാണ് എന്ന് അറിയില്ല, ഇങ്ങനെ എവിടെ അജ്ഞാതവാസത്തിലാണോ എന്നൊക്കെ തുടങ്ങി ഇപ്പോൾ ഈ CPM തന്നെ അവർ ഉറ്റുനോക്കുകയാണ്. പാർട്ടിക്കുള്ളിലും കലാപം പുകയുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA-മാരിൽ ചിലർ പരസ്യമായി തന്നെ മുന്നണി മാറ്റം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇടതുപക്ഷത്ത് തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് MLA-മാർ നൽകുന്നത്. UDF-ഉമായി അണിയറയിൽ ചർച്ചകൾ സജീവമാണെന്ന സൂചനകൾ ചരിവെക്കുന്നതാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഓരോ നീക്കവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഭയും വിശ്വാസികളും കൈവിട്ടതോടെ ഇനിയും ഇടതുപക്ഷത്തെ താങ്ങി നടന്നാൽ പാർട്ടിയുടെ അന്ത്യം സംഭവിക്കുമെന്നാണ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ ഭയപ്പെടുന്നത്. LDF ജാഥകൾ നയിക്കേണ്ട നേതാവ് തന്നെ സമരവേദിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമരപ്പന്തൽ ശൂന്യമാക്കി ജോസ് കെ മാണി നടത്തുന്ന ഈ ഒളിച്ചുകളി UDF-ലേക്കുള്ള മടക്കയാത്രയുടെ ആദ്യ പടിയാണോ എന്നും പാലക്കാരൻ കളി തുടങ്ങിക്കഴിഞ്ഞോ എന്നൊക്കെ പല ചോദ്യങ്ങളുണ്ട്. എന്താണെങ്കിലും പിണറായിയുടെ കോട്ടകളിൽ വിള്ളൽ വീഴുകയാണ്.